ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട ധീരവും നയപരവുമായ തീരുമാനങ്ങളാണ് ഇന്ത്യയെ ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം. സാംസ്കാരിക മഹോത്സവമായ വിവിധത കാ അമൃത് മഹോത്സവ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ദേശീയപാതകളിൽ ഉപഗ്രഹ അധിഷ്ഠിത GPS ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിന്റെ അതിജീവനത്തിനുള്ള അനിവാര്യമായ മാർഗം എന്ന നിലയ്ക്കാണ് കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ നാളെ ഡൽഹിയിൽ സമരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2ാം സെമിയിൽ നാളെ ഓസ്ട്രേലിയ പാകിസ്ഥാനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. തന്റെ സർക്കാർ ധീരവും വികസനോന്മുഖവുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. UPA ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ദുർബലമായ അവസ്ഥയിലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യവസായം, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, ഗോത്ര സംരക്ഷണം തുടങ്ങി സമസ്ത മേഖലകളിലും NDA സർക്കാർ സ്വീകരിച്ച നിർണായക തീരുമാനങ്ങൾ എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും വികസനം എത്തുമ്പോൾ മാത്രമേ രാജ്യപുരോഗതി പൂർണ്ണമാവുകയുള്ളൂ എന്നും എല്ലാവരെയും ഉൾക്കൊണ്ട എല്ലാവർക്കും ഒപ്പമുള്ള വികസനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി മറുപടി പ്രസംഗത്തിൽ രാജ്യസഭയിൽ പറഞ്ഞു. इसमें कोई विवाद नहीं हो सकता है. हम राज्यों का विकास से ही राष्ट्र का विकास कर पाएंगे. आज देश का हर कोना, हर परिवार विकास के फल प्राप्त करे, ये हम सबका दायित्व है और हम उसी दिशा में जाना चाहते हैं कि हमारे कार्यक्रमों की रचना ही सबको साथ लेकर के चलने की है और मिल करके देश के भविष्य को बनाने की है. വികസിത ഭാരത് എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ലെന്നും രാജ്യപുരോഗതിക്കായുള്ള വിപുലമായ പദ്ധതിയാണെന്നും പറഞ്ഞ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെയും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനം ഉന്നയിച്ചു. പ്രധാനമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. പിന്നീട് ചില പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന ഭേദഗതികൾ നിരാകരിച്ച് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം സഭ അംഗീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മാസം 1 പാർലമെന്റിൽ അവതരിപ്പിച്ച 2024-25 ഇടക്കാല കേന്ദ്ര ബജറ്റിന്മേൽ രാജ്യസഭ ഇന്ന് ചർച്ച നടത്തി. YSR കോൺഗ്രസ് പാർട്ടിയിലെ വി വിജയസായി റെഡ്ഡിയാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. 47,65,000 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചതിന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചു. ധനക്കമ്മി 5.8% നിന്നും 5.1% കുറയ്ക്കാനും സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ശ്രീ റെഡ്ഡി പറഞ്ഞു. അതേസമയം ഈ ബജറ്റ് പ്രധാനമായും വായ്പയെയും കടത്തെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ജവഹർ സർക്കാർ പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ ഉയർന്നുവെന്ന് BJP അംഗം ഘനശ്യാം തിവാരി പറഞ്ഞു. 4 ദിവസത്തെ സാംസ്കാരിക മഹോത്സവം വിവിധത കാ അമൃത് മഹോത്സവ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക സമ്പന്നത ദൃശ്യമാകും. പരമ്പരാഗത കരകൌശല വസ്തുക്കൾ, കൈത്തറി, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുക, മേഖലയുടെ വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള ചാലകശക്തിയായി വർത്തിക്കുക എന്നതാണ് ഉത്സവം ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ റോഡ് അടിസ്ഥാന സൌകര്യ വികസനം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും എല്ലാ ഉദ്യമങ്ങളിലും വിജയം കൈവരിക്കുന്നതിന് പങ്കാളിത്തത്തിനും അധികാര വികേന്ദ്രീകരണത്തിനും വലിയ പ്രാധാന്യമാണുള്ളതെന്നും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. 2022 പദ്ധതി നിർവഹണത്തിലും റോഡ് സുരക്ഷയിലുമുള്ള മികവിന് നൽകുന്ന പുരസ്കാരദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റോഡുകളുടെയും തുരങ്കങ്ങളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ അവിശ്വസനീയമായ വേഗത കൈവന്നത് എല്ലാ പൌരന്മാർക്കും അഭിമാനകരമായ നേട്ടമാണെന്നും ശ്രീ ഗഡ്കരി പറഞ്ഞു.
ദേശീയപാതകളിൽ ഉപഗ്രഹ അധിഷ്ഠിത GPS ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ സംവിധാനം നടപ്പിലാക്കുമെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടി നൽകവെ വ്യക്തമാക്കി. പുതിയ സംവിധാനത്തിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നും ടോൾ ഈടാക്കാൻ സാധിക്കും. പുതിയ ടോൾ പിരിവ് സംവിധാനം നിലവിലുള്ള ടോൾ പ്ലാസകൾ നീക്കം ചെയ്യുന്നതിനും ദേശീയപാതകളിലെ യാത്ര സുഗമമാക്കുന്നതിനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുച്ചേരി സർവകലാശാലയിൽ വിജ്ഞാനത്തിനും സാംസ്കാരിക പൈതൃകത്തിനുമായി രാജ്യങ്ങളെ കോർത്തിണക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന G20 ലൈബ്രറി ഉച്ചകോടി 2024 തുടക്കമായി. 3 ദിവസം നീളുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു. മാറുന്ന കാലത്തിനനുസരിച്ച് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ലൈബ്രറികൾ വായനക്കാരുടെ ആവശ്യങ്ങൾക്കായി സ്വയം പുനഃക്രമീകരിച്ചതായി ആശംസാ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ഡൽഹിയിൽ ഗയാന പ്രധാനമന്ത്രി മാർക്ക് ഫിലിപ്സിനെ സന്ദർശിച്ചു. 6 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഗയാന പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. 2025ഓടെ ഇന്ത്യയിൽ 2 ദശലക്ഷത്തിലധികം പേർക്ക് നിർമ്മിത ബുദ്ധി മേഖലയിൽ പരിശീലനം നൽകുമെന്ന് മൈക്രോസോഫ്റ്റ് ചെയർമാനും സിഇഒയുമായ സത്യ നദല്ല പറഞ്ഞു. രാജ്യത്തിന്റെ GDP വളർച്ച വർദ്ധിപ്പിക്കാൻ AI സഹായിക്കുമെന്നും മുംബൈയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ വംശജനായ മൈക്രോസോഫ്റ്റ് മേധാവി അഭിപ്രായപ്പെട്ടു. അതിവേഗം വളരുന്ന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ആഗോളതലത്തിലെ സംഘർഷങ്ങൾക്കും പ്രക്ഷുബ്ധതകൾക്കും ഇടയിലും രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലവർധന തടയുന്നതിന് സ്വീകരിച്ച സമീപകാല പരിഷ്കാരങ്ങളെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രശംസിച്ചു. ഗോവയിൽ നടക്കുന്ന ഇന്ത്യ എനർജി വീക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുകയും വില നിർണ്ണയ സംവിധാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തതിലൂടെയാണ് വില പിടിച്ചു നിർത്താൻ സാധിച്ചതെന്ന് ശ്രീ പുരി പറഞ്ഞു. പരമ്പരാഗത ഇന്ധനങ്ങളിൽ നിന്ന് ശുദ്ധമായ മറ്റ് ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള പരിവർത്തനത്തിന്റെ ആവശ്യകതയെപ്പറ്റി ഊർജ്ജ സുരക്ഷയെക്കുറിച്ചുള്ള മന്ത്രിതല സമിതിയിൽ കേന്ദ്രമന്ത്രി ഊന്നി പറഞ്ഞു. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തന ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ത്യ എനർജി വീക്കിന്റെ 2ാം പതിപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് തുടക്കം കുറിച്ചത്. ഊർജ്ജ മൂല്യ ശൃംഖലയിലേക്ക് പുതുസംരംഭങ്ങളെ സമന്വയിപ്പിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ഊർജ്ജ മന്ത്രിമാർ, വ്യവസായ വിദഗ്ധർ, പ്രദർശകർ എന്നിവരുൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ഊർജ്ജവാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും അനിവാര്യമായ മാർഗമെന്ന നിലയിലാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ നാളെ ഡൽഹിയിൽ സമരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നടത്തുന്ന സവിശേഷമായ സമരം ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നും തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുകയെന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും നാളെ ഡൽഹിയിൽ നടത്തുന്ന സമരം രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനുള്ള പ്രഹസനമാണ് ഇതെന്നും സംസ്ഥാന ബജറ്റിനെ പോലും രാഷ്ട്രീയ പ്രചാരണത്തിനായി സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, മുൻമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എന്നിവർക്കൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2ാം സെമി ഫൈനലിൽ നാളെ ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയെ നേരിടും. ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 2 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരുവിനെ നേരിടും. ബംഗളൂരു ശ്രീകണ്ഠീപര സ്റ്റേഡിയത്തിലാണ് മത്സരം. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൌളറായി ജസ്പ്രീത് ബുംറ. ഇന്ത്യൻ സ്പിന്നർ അശ്വിനെ പിന്തള്ളിയാണ് ബുംറ ICC റാങ്കിങ്ങിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. നേരത്തെ ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ 91 റൺസ് വഴങ്ങി 9 വിക്കറ്റ് നേടിയ ബുംറ കളിയിലെ താരമായിരുന്നു. ടെസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ ബൌളറാണ് ബുംറ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട ധീരവും നയപരവുമായ തീരുമാനങ്ങളാണ് ഇന്ത്യയെ ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം. സാംസ്കാരിക മഹോത്സവമായ വിവിധത കാ അമൃത് മഹോത്സവ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും.
ദേശീയ പാതകളിൽ ഉപഗ്രഹ അധിഷ്ഠിത GPS ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിന്റെ അതിജീവനത്തിനുള്ള അനിവാര്യമായ മാർഗമെന്ന നിലയ്ക്കാണ് കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ നാളെ ഡൽഹിയിൽ സമരം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2ാം സെമിയിൽ നാളെ ഓസ്ട്രേലിയ പാകിസ്ഥാനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.